അലോവേര കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ടപ്പോൾ കുറച്ചിങ്ങനെ പൊങ്ങി എന്നല്ല, കുറച്ചൊന്ന് പുറകോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കിടന്ന് കിടക്കും. അതുപോലെ നമ്മൾ അടയ്ക്കില്ല. അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര കൊഴുകൊഴാന്നാവുന്നത്. നമ്മൾ അരച്ചിട്ട് കട്ട് ചെയ്തിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു പരുവം, അതായത് ഇതിൻ്റെ അകത്ത് ആ വെള്ളം ഒന്നും പറ്റും. ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ അരച്ച് വെച്ചേക്കണം. ബാക്കിയെല്ലാം നമ്മൾ അരച്ചാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ മറ്റെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന പരുവം. ഇത് നമ്മൾ ഈ ആഡ് ചെയ്ത അലോവേരയ്ക്കകത്തോട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കുക. ലോ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇളക്കാവൂ. ചില കറിവേപ്പില ഒന്ന് അരയാഞ്ഞിട്ട് അത് അധികം മാതിരി കിടക്കുന്നു. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ അരക്കണം. നല്ല പേഷ്യൻസ് വേണം എണ്ണ ഉണ്ടാക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണമെന്ന് പറയുന്നത്. അത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ എണ്ണ ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതിന് മൂക്കണം. പച്ച മണമൊക്കെ മാറി നന്നായിട്ട് ഇതിനകത്തിൽ നമ്മൾ അരച്ചേക്കുന്ന സാധനത്തിൻ്റെ സത്ത് നന്നായിട്ട് ഇളകുന്നതും വരെ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും.